ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ 2026 നമ്മുടെ ലോകത്തിലെ ഏറ്റവും ദാരിദ്ര്യമുള്ള 15 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്പർ 15, സോളമൻ ഐലാൻഡ്സ്. 1000-ലധികം ചെറിയ ദ്വീപുകളും അടങ്ങുന്ന ദ്വീപസമൂഹ രാജ്യമാണ് ഇത്. 2002 ഇവിടുത്തെ സർക്കാർ വളരെയധികം കടബാധിതരായി തീർന്നു. ഇപ്പോൾ ഇവരുടെ GDP വരുന്നത് $1.68 ബില്യൺ ആണ്. ഈ രാജ്യത്തെ ജനങ്ങൾ പൂർണ്ണമായും കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. നമ്പർ 14, കിരിബതി. ഈ രാജ്യത്തിന്റെ പ്രതിശീർഷ GNP $1000 താഴെയാണ്. ഇത് അതിനെ ഏറ്റവും ദാരിദ്ര്യ രാജ്യങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു. നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ ബനബൻ ദ്വീപിൽ നിന്ന് ഫോസ്ഫേറ്റുകൾ ലാഭകരമായി കയറ്റുമതി ചെയ്തിരുന്നു. പക്ഷേ 1979 ആയപ്പോഴേക്കും അതിന്റെ നിക്ഷേപം തീരുകയാണ് ഉണ്ടായത്. നമ്പർ 13, സിയറ ലിയോൺ. ഇവിടെ ജനസംഖ്യയുടെ ഏകദേശം 2/3 ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത്. ലോകബാങ്കിന്റെ കണക്കനുസരിച്ച് ഇവിടുത്തെ ദേശീയ ദാരിദ്ര്യ നിരക്ക് 58.6%. സാമ്പത്തിക വരൾച്ച, ആഗോള അസ്ഥിരതയൊക്കെയാണ് ഈ രാജ്യം ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിയത്. കൂടാതെ കവർച്ചയും ആക്രമണവും ഇവിടെ കൂടുതലാണ്. നമ്പർ 12, യമൻ. ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥ ദുർബലവും ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയുള്ള താഴ്ന്ന വരുമാനമുള്ളതുമായ വികസ്വര രാജ്യമാണ്. യമൻ ആഭ്യന്തര യുദ്ധം പുറപ്പെട്ടതിനു ശേഷം അസ്ഥിരതയിലേക്കും വർദ്ധിച്ചു വരുന്ന മാനുഷിക പ്രതിസന്ധിയിലേക്കും നയിച്ചതിനു ശേഷം ഇവിടുത്തെ ദാരിദ്ര്യം വളരെയധികം വർദ്ധിക്കുകയാണ് ഉണ്ടായത്. നമ്പർ 11, സൊമാലിയ. സൊമാലിയ ഒരു വികസ്വര രാജ്യമാണ്. 2026 കണക്കനുസരിച്ച് ഇത് മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ $14.17 ബില്യൺ ആണ് ഉള്ളത്. സൊമാലിയയിലെ സമ്പദ് വ്യവസ്ഥ പ്രധാനമായും കന്നുകാലി വളർത്തലിനെ ആശ്രയിച്ചാണ്. എങ്കിലും സാമ്പത്തികമായി പുരോഗമിച്ച രാജ്യങ്ങളിൽ നിന്നുള്ള പണക്കൈമാറ്റവും ഉണ്ട്. നമ്പർ 10, മഡഗാസ്കർ. ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥ വളരെയധികം ആശ്രയിക്കുന്നത് കുറഞ്ഞ ഉൽപാദനക്ഷമതയുള്ള കൃഷിയെയാണ്. വൈദ്യുതി, ശുദ്ധമായ വെള്ളം, ശരിയായ ആരോഗ്യ സംരക്ഷണം, അവശ്യ വസ്തുക്കളുടെ ലഭ്യത കുറവെല്ലാം ഈ രാജ്യത്തെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്നു. നമ്പർ 9, ചാഡ്. ജനസംഖ്യയുടെ 40%-ലധികം പേർ ദേശീയ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണ് ജീവിക്കുന്നത്. കടുത്ത ദാരിദ്ര്യം ദൈനംദിന ജീവിതത്തിന്റെ വലിയൊരു ഭാഗത്തെ ബാധിക്കുന്നു. ഭൂരിഭാഗം ആളുകളും ഉപജീവനത്തിനായി കർഷകരായോ ഇടയന്മാരോ ആയാണ് ജോലി ചെയ്യുന്നത്. നമ്പർ 8, ലൈബീരിയ. ഈ രാജ്യം താഴ്ന്ന വരുമാനമുള്ള ഒരു ദാരിദ്ര്യ രാജ്യമാണ്. ജനസംഖ്യയുടെ ഏകദേശം 60% പേർ ദേശീയ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണ് ജീവിക്കുന്നത്. വ്യാപകമായ ഭക്ഷ്യ അരക്ഷിതാവസ്ഥയാണ് ഇതിന്റെ പ്രധാന കാരണം. ഏകദേശം പ്രതിശീർഷ GDP വരുന്നത് 851 മുതൽ 1050 വരെ ആയിരുന്നു. നമ്പർ 7, മലാവി. താഴ്ന്ന വരുമാനമുള്ളതും വികസനവുമായ ഈ രാജ്യത്ത് ഏകദേശം $504 പ്രതിശീർഷ GDP ആണ് ഉള്ളത്. ജനസംഖ്യയുടെ 70%-ലധികം പേരും അന്താരാഷ്ട്ര ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണ് ജീവിക്കുന്നത്. 80% തൊഴിലാളികളും മഴയെ ആശ്രയിച്ച് കൃഷിയിലാണ് ജീവിക്കുന്നത്. നമ്പർ 6, മൊസാംബിക്. ലോകത്തിലെ ഏറ്റവും ദാരിദ്ര്യവും വികസിതമല്ലാത്തതുമായ രാജ്യങ്ങളിൽ ഒന്നാണ് ഇത്. ഇവരുടെ സമ്പദ് വ്യവസ്ഥ പ്രധാനമായും മത്സ്യബന്ധനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. മൊസാംബിക്കിനെ കടുത്ത ദാരിദ്ര്യമുള്ള രാജ്യമായി IMF തെരഞ്ഞെടുത്തിട്ടുണ്ട്. നമ്പർ 5, നൈജർ. യുറേനിയം, സ്വർണം, എണ്ണ തുടങ്ങിയ വിലയേറിയ പ്രകൃതി വിഭവങ്ങൾ രാജ്യത്തുണ്ടെങ്കിലും അവിടുത്തെ ഭൂരിഭാഗം ജനങ്ങളും ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണ് ജീവിക്കുന്നത്. മരുഭൂമിയിലെ അവസ്ഥകളും ഇടയ്ക്കിടെ വരൾച്ചയും കൃഷിയെയും ഭക്ഷ്യവളർച്ചയെയും പരിമിതപ്പെടുത്തുന്നു. നമ്പർ 4, ഡെമോക്രാറ്റിക് കോങ്കോ. പ്രകൃതി വിഭവങ്ങളിൽ സമ്പന്നമാണെങ്കിലും രാഷ്ട്രീയ അസ്ഥിരതയും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും വ്യാപകമായ അഴിമതിയും ചൂഷണവും കൊണ്ട് കഷ്ടപ്പെടുന്ന ഈ രാജ്യം വിഭവശാപത്തിന്റെ രാഷ്ട്രമെന്നും അറിയപ്പെടുന്നു. DRCയുടെ സമ്പദ് വ്യവസ്ഥ അതിന്റെ ഖനന മേഖലയെ ആശ്രയിച്ചിരിക്കുന്നു. നമ്പർ 3, സെൻട്രൽ ആഫ്രിക്കൻ. ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ആശ്രയിക്കുന്നത് കൃഷിയെയും കന്നുകാലി വളർത്തലും മത്സ്യബന്ധനവും ഒക്കെയാണ്. ഗ്രാമീണ ജനസംഖ്യയുടെ കുറഞ്ഞത് 40% പേരും ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത്. കൂടാതെ പതിവായി ഭക്ഷ്യക്ഷാമം നേരിടുകയും ചെയ്യുന്നു. മഴയെ ആശ്രയിച്ചുള്ള കൃഷിവിള മാത്രമേ ഇവർക്ക് നടത്താൻ കഴിയൂ. നമ്പർ 2, ബുറുണ്ടി. വ്യാപകമായ ദാരിദ്ര്യം, അഴിമതി, അസ്ഥിരത, സ്വേച്ഛാധിപത്യം എന്നിവ ഇവർ നേരിടുന്നു. രാജ്യം ഏതാണ്ട് പൂർണ്ണമായും വനനശീകരണത്തിന് വിധേയമായിട്ടുണ്ട്. ആഫ്രിക്കയിലെ ഏറ്റവും ചെറിയ രാജ്യമായ ബുറുണ്ടിയുടെ ഭൂമി പ്രധാനമായും കൃഷിക്കും മേച്ചിൽപ്പുറങ്ങൾക്കും വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ദാരിദ്ര്യം അതിരൂക്ഷമായി തന്നെ ഇവിടെ തുടരുന്നു. നമ്പർ 1, സൗത്ത് സുഡാൻ. ദക്ഷിണ സുഡാനിലെ സമ്പദ് വ്യവസ്ഥ ലോകത്തിലെ ഏറ്റവും വികസിതമല്ലാത്ത ഒന്നാണ്. ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വരെ വളരെ കുറവാണ്. കൂടാതെ രാജ്യം കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ലോകത്തിൽ വിശപ്പിന്റെയും ലാളിത്യത്തിന്റെയും കരുണയുടെയും ഒക്കെ വിലയറിയുന്ന ഒരു രാജ്യമാണ് ഇത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.